Hi dears, നിങ്ങളുടെ ലച്ചുമസ് ആണ്. വെൽക്കം ടു ഏഗൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആയ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനമാണ്. പല സ്കൂളുകളിലും ഈ ചാപ്റ്റർ എടുത്തിട്ട് പോലുമില്ല. എന്നാൽ ചില സ്കൂളുകളാണെങ്കിലോ എടുത്തത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. കാരണം കുറച്ച് സമയമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ, കുറെ എക്സാമ്പിൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ ആണെങ്കിലോ പരീക്ഷക്കുള്ള ചാപ്റ്ററും കൂടിയാണ് അല്ലെ. സോ പല മക്കളും പറയാറുണ്ട് ഭയങ്കര ടെൻഷനാണ്, എനിക്കത് വരയ്ക്കാൻ അറിയില്ല, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എഴുതാൻ അറിയില്ല, എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയില്ല, അയോണിക് ബോണ്ട് കോവലന്റ് ബോണ്ട് വളരെയധികം ടെൻസ്ഡ് ആണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഏരിയാസും കവർ ചെയ്തുകൊണ്ട് എല്ലാ എക്സാമ്പിൾസിന്റെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പാണ്, ഫുൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, രാസബന്ധനത്തിലേക്ക് പോവാം അല്ലെ. കെമിക്കൽ ബോണ്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അയോണിക് ബോണ്ടും ഉണ്ട്, കോവലന്റ് ബോണ്ടും ഉണ്ട്. അയോണിക ബന്ധനവും അതുപോലെ തന്നെ സഹസംയോജക ബന്ധനവും ഉണ്ട് അല്ലെ. അയോണിക് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇത് നിങ്ങൾ ആറ്റംസ് ആയിട്ട് സങ്കല്പിക്കുക കേട്ടോ. അയോണിക് ബോണ്ടിൽ സംഭവിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെ. അവിടെ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇത് ആറ്റം ആണ്. ഇവരെന്ത് ചെയ്യുന്നു, ഒരാൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും അടുത്ത ആൾ ഇലക്ട്രോണെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് കോവലന്റ് ബോണ്ടിന്റെ കേസിൽ നോക്കിക്കേ, ഇത് രണ്ടും ആറ്റംസ് ആണ്. അവർ ഇലക്ട്രോണുകളെ എന്താണ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താണ്, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ, ഇലക്ട്രോണെ പങ്കുവെക്കുന്നതാണെങ്കിൽ അത് എന്തിന്റെ ഉദാഹരണമാണ്? കോവലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനത്തിന്റെ ഉദാഹരണമാണ്. ഇവിടെ നമുക്ക് 1 മാർക്കിന്റെ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. എന്താണ് കോവലന്റ് ബോണ്ട് എന്നും എന്താണ് അയോണിക് ബോണ്ട് എന്നും അവിടെ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നെന്നും ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പോകുന്നത് എക്സാമ്പിൾസിലേക്കാണ്. ആദ്യം നമുക്ക് അയോണിക് ബോണ്ടിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. അയോണിക് ബോണ്ടിൽ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ രണ്ടും ചോദിച്ചെന്ന് വരാം. ആദ്യം നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം അല്ലെ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സോഡിയം ആറ്റം എടുത്തിട്ടുണ്ട്, ക്ലോറിൻ ആറ്റം എടുത്തിട്ടുണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർ മാതൃക എങ്ങനെ വരയ്ക്കാം? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ വരയ്ക്കാം അല്ലെ. 281 ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 2, 8, 7 എന്നുള്ള രീതിയിൽ നമ്മൾ ബോർ മാതൃക വരച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സോഡിയത്തിന്റെ ഔട്ടമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ. നേരെ മറിച്ച് ക്ലോറിന്റെ ഔട്ടമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർ രണ്ടുപേരും സ്റ്റേബിൾ ആണോ? അല്ല. സ്റ്റെബിലിറ്റി കൈവരിക്കണമെങ്കിൽ ബാഹ്യമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവണം. ഔട്ടമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വേണം. എന്നാലേ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, അഷ്ടക ഇലക്ട്രോൺ നിയമം സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. എന്നാലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ സോഡിയത്തിന്റെ ഔട്ടമോസ്റ്റ് ഷെല്ലിൽ 8 ആവാൻ വേണ്ടി സോഡിയം എന്താണ് ചെയ്യുന്നത്? സോഡിയത്തിന്റെ കയ്യിലുള്ള ഈ 1 ഇലക്ട്രോണിനെ ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? ക്ലോറിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ക്ലോറിൻ 1 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി? ബാഹ്യമോസ്റ്റ് ഷെല്ലിൽ ഔട്ടമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം അല്ലെ. സോഡിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് 1 ഇലക്ട്രോണിനെ കൊടുത്തത് കൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ് അവിടെ മാർക്ക് ചെയ്യുന്നു. ക്ലോറിന്റെ കേസിലോ, ക്ലോറിനെ നമ്മൾ 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ക്ലോറിൻ ആറ്റത്തിന്റെ ചുറ്റും നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് ഒരു മൈനസ് ചാർജ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ബാഹ്യമോസ്റ്റ് ഷെല്ല് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മൂന്നാമത്തെ ഷെല്ല് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മൂന്നാമത്തെ ഷെല്ലിൽ ഈ 1 ഇലക്ട്രോണിനെയാണ് ക്ലോറിന് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 ഷെല്ല് വരച്ചാൽ മതി അല്ലെ. ഇനി ക്ലോറിൻ എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് 7 എന്നുള്ളത് 8 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഒന്ന് വരച്ചാലോ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു എലമെന്റ് എടുക്കുന്നു, ഒരു ആറ്റം എടുക്കുന്നു, അതിന്റെ ഔട്ടമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റെപ്രസെന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം സോഡിയം എടുത്തു. സോഡിയത്തിന്റെ ബാഹ്യമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ആ 1 ഇലക്ട്രോണെ ഞാൻ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോറിൻ എടുക്കാൻ പോവാണേ. ക്ലോറിന്റെ കേസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 287 ആണല്ലേ. ഔട്ടമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറിന് കൊടുക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു അല്ലെ. എന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ വരച്ചിട്ട് എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജ് കൊടുത്തു. കാരണം ഈ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ഇനി എന്താണ്? ക്ലോറിൻ ആ 1 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് നെഗറ്റീവ് ചാർജ് വന്നു അല്ലെ. Na+ഉം അതുപോലെ തന്നെ Cl- നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കേ. ഇത് സോഡിയം എന്തായിട്ട് മാറി 281 എന്നുള്ളത് 28 ആയിട്ടും ക്ലോറിൻ എന്തായിട്ട് മാറി 287 എന്നുള്ളത് 288 ആയിട്ടും മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും ക്ലോറിൻ രാസപ്രവർത്തന ശേഷം ഉണ്ടായ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 287 ആണോ? അല്ല, രാസപ്രവർത്തനത്തിന് ശേഷം കിട്ടിയത് എത്രയാണ്? 288 ആണ്. ഇതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം, മെഗ്നീഷ്യം ഓക്സൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം അല്ലേ. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282 എന്നാണ് വരുന്നത്. ഭായിതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. ഓക്സിജന്റെ എത്രയാണ് വരുന്നത്? യെസ്, ഓക്സിജന്റെ കേസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 8 ആണ്. അതായത് 2 6 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? മെഗ്നീഷ്യത്തിൻ്റെത് ഞാൻ എന്ത് ചെയ്തു? 282 2 ഇലക്ട്രോൺസിന് ഞാൻ അവിടെ ഡോട്ട് ആയിട്ട് വരച്ചു. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നോക്കിക്കോളൂ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് അല്ലേ? 1 2 3 4 5 6 ഇലക്ട്രോൺസ് വരച്ചു. ഇനി ഓക്സിജന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ഇത്ര ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്? 6 + 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട് അല്ലേ 8 ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ സോഡിയം എന്ത് ചെയ്യും? മെഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ നമ്മുടെ ഓക്സിജന് വിട്ടുകൊടുക്കുകയും ഓക്സിജൻ ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിക്കും? ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 28 ആയിട്ട് മാറും അല്ലേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? യെസ്, മെഗ്നീഷ്യത്തിനെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ വരയ്ക്കുന്നു, ഓക്സിജനെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ വരയ്ക്കുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഈ കൊടുത്ത 2 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് 2+ എന്നും 2- എന്നും എഴുതാൻ കാരണം വേറൊന്നുമില്ല. 2+ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തത് കൊണ്ടാണ്. 2- എന്ന് വരാൻ കാരണം 2 ഇലക്ട്രോണെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. സോ അവരുടെ ഇലക്ട്രോൺ വിന്യാസത്തിലും മാറ്റം വന്നു അല്ലേ. ഇത് രണ്ടും മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അയോണിക് ബോണ്ടില് അയോണിക് കോമ്പൗണ്ടിന്റെ ഉദാഹരണങ്ങളായിട്ട് പഠിച്ചാൽ മതി. ഇനി നമ്മൾ പോകുന്നത് കോവലന്റ് സംയുക്തങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ സഹസംയോജക സംയുക്തം ലൈക് കോവലന്റ് ബോണ്ടിലേക്കാണ്. ഇവിടെ നിങ്ങൾ കാണും കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ടെൻഷൻ അടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2 ആളുകളാണ് HCl, ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡും അതുപോലെ തന്നെ ജലതന്മാത്ര H2യും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? യെസ്, ഫ്ലൂറിന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം അല്ലെ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27 ആണ് വരുന്നത്. ഭായിതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് അവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചേ, ഫ്ലൂറിൻ ഒറ്റക്ക് നിൽക്കുന്ന ആളാണോ? അല്ല, ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഫ്ലൂറിൻ ആവട്ടെ, ഓക്സിജൻ ആവട്ടെ, നൈട്രജൻ ആവട്ടെ, ഇവരൊക്കെ പ്രത്യേകം എന്താണ്? ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ആണ് അല്ലെ. അതിന്റെ അർത്ഥം F2 O2 N2 ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാണുന്ന 2 ഫ്ലൂറിൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ലഭിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സഹസംയോജക ബന്ധനം. കോവലന്റ് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോണെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്, വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയല്ല, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ 2 ഇലക്ട്രോൺസിലിട ഈ കാണുന്ന ഇലക്ട്രോണും ഈ കാണുന്ന ഇലക്ട്രോണും എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആ 2 ഫ്ലൂറിൻ ആറ്റംസും പങ്കുവെക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സർക്കിളിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ആ സർക്കിളിനകത്ത് കാണിക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അവിടെ പങ്കുവെക്കുന്ന ഇലക്ട്രോണുകളാണ്. ഇവിടെ നോക്കിക്കേ, 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. 1 പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ. അങ്ങനെ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന ബോണ്ടാണ് സിംഗിൾ ബോണ്ട്. എന്ത് ബോണ്ടാണ് വിളിക്കുന്നത്? സിംഗിൾ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, ഇറ്റ് ഈസ് 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 2 6 എന്നാണ് വരുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇവിടെ 8 ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസിന്റെ കൂടി ആവശ്യമുണ്ട്? 2 ഇലക്ട്രോൺസിന്റെ കൂടി ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്യാം? ഈ ഓക്സിജൻ ഈ 2 ഇലക്ട്രോണിനെയും ഈ ഓക്സിജൻ ഈ 2 ഇലക്ട്രോണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വട്ടം. ശ്രദ്ധിക്കണം, കോവലന്റ് ബോണ്ട് വരയ്ക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സർക്കിൾസിലാണ്. സർക്കിൾ വരച്ചു, ഓക്സിജന് ചുറ്റും 1 2 3 4 5 6. അതേപോലെ ഈ ഓക്സിജന് ചുറ്റിലും 1 2 3 4 5 6 ഞാൻ വരച്ചുവേ. ഇനി നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കിക്കേ. യെസ്, ഈ സർക്കിൾ എടുത്ത് നോക്കിക്കേ. ഓക്സിജന് ചുറ്റിലും 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അവിടെ എന്ത് കിട്ടി? സ്റ്റെബിലിറ്റി കൈവരിച്ചു. അതേപോലെ തന്നെയല്ലേ തൊട്ടടുത്തുള്ള ഓക്സിജൻ ആറ്റവും അവിടെയും എന്ത് ലഭിച്ചിട്ടുണ്ട്? 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, മൊത്തം 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പേര് മൊത്തം 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് ഇത് ഡബിൾ ബോണ്ട്. എന്താണ് വിളിക്കുന്നത്?
ഡബിൾ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് ചോദിക്കാറുണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ. ഇനി നൈട്രജന്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ആണ്. 8 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നൈട്രജൻ മോളിക്യൂൾ കിട്ടി, N2 കിട്ടി. ഇവിടെ 3 പെയർ ഓഫ് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ട്രിപ്പിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. സോ നമ്മുടെ കോവലന്റ് ബോണ്ടിനെ നമുക്ക് 3 ആയിട്ട് ഇനിയും തരംതിരിക്കാം. ഏതൊക്കെയാണ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് അല്ലെ? ഏകബന്ധനം, ദ്വിബന്ധനവും ത്രിബന്ധനവുമായിട്ട് തരംതിരിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇതിന്റെ എക്സാമ്പിൾസ് എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കണേ. ഇനി ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും പ്രത്യേകത എന്താണ്? ഹൈഡ്രജനും ക്ലോറിനും ഫ്ലൂറിനെ പോലെ തന്നെ സിംഗിൾ ബോണ്ട് അടങ്ങിയ ആളുകളാണ്. അവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമുക്ക് വേണ്ട എക്സാമ്പിൾ HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെ? ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. ക്ലോറിന്റെ എത്രയാണ്? 287 ആണ്. ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഹൈഡ്രജന് ഒരു ഇലക്ട്രോണും കൂടി ആവശ്യമുണ്ട്. കാരണം ഒരു ഷെല്ലാണ്, അതിൽ മാക്സിമം 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിൽ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിനും ക്ലോറിന്റെ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനും എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഷെയർ ചെയ്യുന്നതല്ലേ നമ്മൾ ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ എങ്ങനെയാ വരയ്ക്കാം? ഹൈഡ്രജൻ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്തേ, പിന്നെ നമ്മൾ ക്ലോറിൻ വരയ്ക്കുകയാണ്. ക്ലോറിന്റെ ചുറ്റും നമ്മൾ എത്ര ഇലക്ട്രോൺസ് വരയ്ക്കണം? ദാ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺസ് വരയ്ക്കണം. ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണിക്കുന്നത്? യെസ്, സർക്കിൾസിന്റെ അകത്താണ് വരയ്ക്കേണ്ടത്. സർക്കിൾസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഇലക്ട്രോൺ വരും. എങ്ങനെയാണ്? ഒന്ന് ഹൈഡ്രജന്റെ ഇലക്ട്രോണും ഒന്ന് നമ്മുടെ ക്ലോറിന്റെ ഇലക്ട്രോണുമാണ് അല്ലെ? നിങ്ങൾ നോക്കിക്കേ, ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടി, ക്ലോറിന് 8 ഇലക്ട്രോൺ കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HCl. അവിടെ വരുന്നത് എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. കാരണം 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇടയിൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്, കോവലന്റ് ബോണ്ട് ആണ്. പല മക്കൾക്കും മാറിപ്പോ NaCl, HCl രണ്ടും അയോണികമാണ്, അയോണിക് ആണെന്ന് പറയാറുണ്ട്. അല്ല, NaCl ആണെങ്കിൽ അയോണിക്കും, HCl ആണെങ്കിൽ അത് ഏതാണ്? കോവലന്റുമാണ്. പരീക്ഷയ്ക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചു പഠിക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാം ആണ് വാട്ടറിന്റെ ഇതേപോലെ തന്നെ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. ഓക്സിജന്റെ 8 ആയതുകൊണ്ട് 2 6 ആണ്. നമ്മൾ എങ്ങനെയാണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിയാ പോരാ അല്ലേ? ബൈദമശലിൽ 6 ഉള്ളൂ. ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ അത് 7 ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? 2 ഹൈഡ്രജൻ ആറ്റംസ് വേണം അല്ലെ? എത്ര ഹൈഡ്രജൻ ആറ്റംസ് വേണം? 2 ഹൈഡ്രജൻ ആറ്റംസ് വേണം. അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കുക? ദാ ഇതുപോലെ ഓക്സിജൻ വരച്ചു. 1 2 3 4 5 6 എണ്ണം നമ്മൾ വരച്ചു. ഹൈഡ്രജൻ ഒന്നിവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഒന്നിവിടെ ഉണ്ട്. 2 ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നടുക്ക് ഓക്സിജൻ വരയ്ക്കുന്നു. 2 പേര് ഹൈഡ്രജൻ ആയതുകൊണ്ട് 2 പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 സൈഡിലായിട്ട് വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ നോക്കിക്കേ, ഓക്സിജന് ചുറ്റും 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ആയില്ലേ? ഹൈഡ്രജന്, ഈ ഹൈഡ്രജന് 2ഉം ഇപ്പുറത്തെ ഹൈഡ്രജന് 2ഉമായി. ഇത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിൾസ് അല്ലാതെ വേറൊരു എക്സാമ്പിൾസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കില്ലടാ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് നോക്കിയാൽ അറിയാം. ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പോലും നമ്മൾ വിട്ടിട്ടില്ല, ഒരു എക്സാമ്പിൾ പോലും നമ്മൾ വിട്ടിട്ടില്ല. എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതായിരിക്കും ഇനി അടുത്ത നിങ്ങളുടെ ടാസ്ക് അല്ലെ? അത് നമ്മുടെ ലൈവ്, അതായത് നാളത്തെ ലൈവ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളത്തെ ലൈവിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് എനിക്ക് കാണണം. കാരണം എന്താന്ന് വെച്ചാൽ പരീക്ഷക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. പരീക്ഷക്കുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലെയും തേർഡ് ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്, അതായത് അടുത്ത നാളത്തെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് ഞാൻ തരികയാണ്. താഴെ കമന്റ് ബോക്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് ബോണ്ട്, അയോണിക് കോമ്പൗണ്ടിന്റെയും അതുപോലെ തന്നെ കോവാലന്റ് കോമ്പൗണ്ടിന്റെയും നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാണ്? അയോണിക് കോമ്പൗണ്ടിന്റെയും കോവാലന്റ് കോമ്പൗണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50ലും പേജ് നമ്പർ 55ലും നമുക്ക് തന്നിട്ടുണ്ട്. അയോണിക് ബോണ്ട് ആണെങ്കിൽ പേജ് നമ്പർ 51ലും, അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ പേജ് നമ്പർ 55ലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കാണുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.